ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം സീരിയൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മിത്രയ്ക്ക് സെലക്ഷൻ കിട്ടിയത് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ പാസ്സായിട്ടുണ്ട്. ഇനി വേറെ എന്തോ ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. അത് ടെസ്റ്റ് 15-ാം തീയതിയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ ദേവമംഗലം. അപ്പോൾ ആ സുകന്യയാണെങ്കിൽ നേരെ തന്നെ കൃഷ്ണമംഗലത്തിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അച്യുതനോടും അലോകിനോടും പറയുന്നുണ്ട്, അതെ അറിഞ്ഞോ സംഭവങ്ങളൊക്കെ. മിത്രയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ പേപ്പർ കിട്ടി, അവൾ പാസ്സായി. 15-ാം തീയതി വേറെ എന്തോ ഒരു ടെസ്റ്റ് കൂടി ഉണ്ടെന്ന് പറഞ്ഞത്. അത് കൂടി കഴിഞ്ഞാലേ അവൾ ഇവിടുത്തെ SI ആയിട്ട് ചാർജ് എടുക്കും എന്നിങ്ങനെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, ഇതൊക്കെ നീ എന്തിനാ ഇവിടെ വന്ന് പറയുന്നത്? മിത്ര അവിടുത്തെ ആളാണ്, അതായത് ദേവമംഗലത്തെ. അവിടുത്തെ സംഭവങ്ങൾ അവിടെ മാത്രം നീ പറഞ്ഞാൽ മതി. ഇവിടെ വന്ന് കുട്ടി ഒഴിക്കാൻ കാര്യമൊന്നുമില്ല. അവളിപ്പോൾ ഏതെങ്കിലും ടെസ്റ്റ് പാസ്സായാലോ SI ആയാലോ കോൺസ്റ്റബിൾ ആയാലോ അല്ല ഇവിടുത്തെ ജില്ലാ കളക്ടർ ആയാലോ ഞങ്ങൾക്ക് എന്താ, നീ ഒന്ന് വേറെ വല്ല കാര്യമുണ്ടെങ്കിൽ പറയാൻ വാ, അല്ലാതെ അവരുടെ കാര്യം പറയാൻ വേണ്ടി ഇവിടെ വരണ്ട, ഒരു കാര്യവും ഇല്ല എന്ന് പറയണം. അങ്ങനെ അച്യുതൻ എല്ലാം കൂടെ അച്യുതനും അലവും കൂടെ അപ്പുറത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് നമ്മുടെ അനന്ത ഒരാഗ്രഹം, തൻ്റെ മോളെക്കുറിച്ച് വിവരങ്ങൾ അറിയാനായിട്ട് സുകന്യ അടുത്ത് ചോദിക്കുന്നുണ്ട്. സുകന്യ, അല്ല മോളുടെ ടെസ്റ്റ് എപ്പോഴാണ് പറഞ്ഞത്? 15-ാം തീയതി എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നമ്മുടെ അമ്മ പറയുന്നുണ്ട്, ഓഹോ എത്ര നാളെ അവൾ 5 or 6 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ പോലീസ് ഓഫീസർ ആകുന്ന നമ്മൾക്ക് അവളുടെ വലിയൊരാഗ്രഹം. സ്കൂളിൽ ഇപ്പോൾ പ്രച്ഛന്നവേഷം എന്നാൽ പോലും അവൾ ആ പോലീസ് വേഷമേ ഇടുള്ളൂ. എന്തായാലും എൻ്റെ മോളുടെ ആഗ്രഹം സാധിച്ചല്ലോ. അങ്ങനെ പറയുകയാണ് നമ്മുടെ മുത്തശ്ശി അമ്മയൊക്കെ. എന്തായാലും ആര്യൻ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്ന് വേണം പറയാനായിട്ട് എന്ന് പറയുമ്പോൾ അനന്തം പറയുന്നുണ്ട്, അത് ശരിയാ നീ പറഞ്ഞത്. ആര്യൻ തന്നെയാണ് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തത്. ആര്യൻ്റെ പഠിപ്പ് പോലുമില്ല വേണ്ടെന്ന് വെച്ചിട്ട് അവളുടെ പഠിപ്പിനും അവളുടെ പരിശ്രമത്തിനുമൊക്കെ മുൻഗണന കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ മോളിപ്പോൾ ഒരു വിജയം കൈവച്ചിരിക്കുന്നത് എന്ന് അനന്തനും സമ്മതിക്കുകയാണ്. അതേസമയം അച്യുതനാണെങ്കിൽ അലോകിനോട് പറയുന്നുണ്ട്, എടാ വേറൊരു സംഭവമുണ്ട്. എന്താ വെച്ചാൽ അവൾ ഒരിക്കലും ആ 15-ാം തീയതി ടെസ്റ്റ് എഴുതാൻ പോകാൻ പാടില്ല. അതെങ്ങനെയാ അച്ഛാ? ഗവൺമെൻറ് റൂളല്ലേ, ഗവൺമെൻറ് അല്ലേ തീരുമാനിക്കുന്നത് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടാ അവൾ ടെസ്റ്റ് എഴുതാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ആ വീട്ടിൽ ഒരിക്കലും ഒരു പോലീസ് ഓഫീസർ ജോലി ആർക്കും വേണ്ട. ഒരിക്കലും ഇത്ര പോലീസ് ഓഫീസർ ആവരുത്. പിന്നെ അത് നിങ്ങളുടെ അഹങ്കാരം വേറെ എവിടെയോ ആയിരിക്കും. നിനക്കറിയാലോ അവരുടെ സ്വഭാവം. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ആ മീനാക്ഷി ഏതോ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന എന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് തലയിൽ എടുത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത ആളും കൂടി അതേപോലെ തന്നെ വല്ല കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം അത് ഓടെ തീർന്നു. നിന്നെ പഠിപ്പിക്കാൻ വിട്ട സമയത്ത് നീ എന്തെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇതേപോലെയൊക്കെ ആവുമായിരുന്നല്ലോ. അച്ഛാ, ഇനിയിപ്പോൾ അതെടുത്ത് എൻ്റെ തലയിലേക്ക് വെക്കാതെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ മിത്ര ടെസ്റ്റ് എഴുതാനിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ അവിടെ 2 കാലും തല്ലി ഒടിച്ചാലും അതൊക്കെ നമുക്ക് 15-ാം തീയതി അല്ലേ, ഇന്ന് 6-ാം തീയതി ആയല്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം എന്നൊക്കെ അച്യുതനും അലവും കൂടി ചെറിയൊരു പ്ലാൻ തയ്യാറാക്കണം കേട്ടോ. അവർക്കാണെങ്കിൽ മോനോ ജയിച്ചില്ല, പാസ്സായില്ല. അവിടെയാണെങ്കിൽ എല്ലാവർക്കും ഗവൺമെൻറ് ജോലി, അതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ട്. ഈ മിത്ര ടെസ്റ്റിന് പോകാതിരിക്കാനായിട്ടാണോ? അതേസമയം നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ ഉദയഭാനു കയറി വരിക കേട്ടോ, പൈസ അടിച്ചു മാറ്റാൻ. ഓൾറെഡി 2000 രൂപ ഇന്നലെ അടിച്ചുകൊണ്ട് പോയതാണ്. അതിൻ്റെ കൂടെ ഒരു കണക്കും തന്നെ നമ്മൾ ദേവിക്ക് കണക്ക് കൂട്ടിയിട്ട് കിട്ടുന്നുമില്ല. ആ സമയത്താണ് വീണ്ടും നമ്മുടെ ഉദയഭാനു കടയിലേക്ക് വരുന്നത്. നമ്മുടെ രാമേട്ടൻ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഉദയഭാനു നൈസായിട്ട് കുറച്ചധികം പൈസ എടുക്കും കേട്ടോ. കാരണം ഗോമതി സ്റ്റോഴ്സിൽ ഇങ്ങനെ പൈസ വരുമ്പോൾ അവർക്ക് കണക്കറിയില്ല എന്നാണ് ഉദയഭാനുവിൻ്റെ വിചാരം. അങ്ങനെ 5000 6000 എത്രയോ രൂപ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുക.
പോവുകയും ചെയ്യും. അതിനുശേഷം ഉദയഭാനു തിരക്കാണെന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് മുങ്ങുക. ബാലൻ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, നമ്മുടെ ധർമ്മ എന്തോ ഓട്ടോറിക്ഷയ്ക്കോ വണ്ടിക്കോ എന്തോ ഒരു ഷെൽഫിൽ നിന്ന് പൈസ എടുക്കുന്നതാണ്. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഷെൽഫിൽ നിന്ന് എടുക്കുന്നത്? അതാ വണ്ടി പൈസ എടുക്കുക അളിയാ, നിനക്ക് എന്തൊരു വല്ലാത്തൊരു പരിങ്ങൽ പോലെ. ഒന്നുമില്ല അളിയാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടും. അതിനുശേഷം രാത്രി നമ്മുടെ ധർമ്മനൊരു വലിയ വില മതിപ്പുള്ളൊരു ഗിഫ്റ്റായിട്ട് നമ്മുടെ സുകന്യക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് നമ്മുടെ സുകന്യ ചോദിക്കുന്നത്, ആഹാ ഇത് നല്ല വിലയുള്ള വാച്ചാണല്ലോ ധർമ്മേട്ട. അതെ, നീയല്ലേ പറഞ്ഞത് വിലയുള്ള വാച്ച് വേണമെന്ന്, അതുകൊണ്ട് നല്ല വിലയുള്ള വാച്ച് നിനക്ക് വാങ്ങിച്ചു, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട് എന്ന് പറയണം. നമ്മുടെ ദേവിയാണെങ്കിൽ കണക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇന്നും കണക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ട് ശരിയാവുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ബാലച്ച, ഇന്നലെ 2000 രൂപയുടെ മിസ്റ്റേക്ക് ആണ് ഉണ്ടായിരുന്നത് അല്ലേ, 2000 രൂപ കുറവായിരുന്നു. അത് പിന്നെ ബാലച്ചൻ വിടാൻ പറഞ്ഞു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചില്ല. പക്ഷേ ഇന്ന് 5000 രൂപ കുറവ് വന്നിരിക്കുന്നു. 5000 രൂപ കുറവോ? അതേ ബാലച്ച, കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ബാലൻ, ഈശ്വര, ഇന്നലെ 2000, ഇത് നാളെ 5000, നാളെ 10000 ആകും. എന്നാൽ ഈ പൈസ ഇതെങ്ങനെയാണ് പോണത്? കോമഡി സ്റ്റോഴ്സ് ചരിത്രത്തിൽ ഇതുവരെ 1 രൂപ പോലും കുറഞ്ഞിട്ടില്ല. ഇതിപ്പം അങ്ങനെയല്ല, ഇന്ന് 2, ഇന്നലെ 5, മിനിഞ്ഞാന്ന്, അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞാൽ ശരിയാവില്ല മോളെ ആ കണക്കൊന്ന് കാണിച്ചെന്ന് പറഞ്ഞിട്ട് ബാലൻ ആ കണക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ ശരിയാണ്, 5000 രൂപയുടെ കുറവുണ്ട്. ഇതെങ്ങനെ പോയി എന്നും ഇങ്ങനെ ആലോചിക്കുകയാണ് ബാലൻ. ആ സമയത്ത് ബാലൻ ഇത് കാരണം ധർമ്മൻ എന്തോ ഷെൽഫിൽ നിന്ന് പൈസ എടുക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ വണ്ടി പൈസയാണെന്ന് പറഞ്ഞു. പക്ഷേ എത്ര രൂപയാണ് നമ്മുടെ ബാലൻ അറിയില്ലല്ലോ. ആ സമയത്താണ് നമ്മുടെ സുകന്യ വാച്ചായിട്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി നോക്കിയ ധർമ്മേട്ട എനിക്ക് വിലമതിപ്പുള്ളൊരു വാച്ച് തന്നു എന്നും പറഞ്ഞ് വരണത്. വില കൂടിയ വാച്ച് എനിക്ക് ഗിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ബാലൻ ആ വാച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നോക്കിയിട്ട് കൊള്ളാലോ, ആഹാ ഇത് നല്ല വിലയുള്ള വാച്ചാണല്ലോ. എടാ ധർമ്മ, ഇത് ഭയങ്കര വിലയായിട്ടുണ്ടാവുമല്ലോടാ എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ, കുറച്ച് വിലയായി അളിയാ എന്ന് പറയാണ്. ബാലൻ ചെറിയൊരു സംശയം ധർമ്മനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ബാലൻ പറയാം, എന്തായാലും വാച്ചൊക്കെ കൊള്ളാം, ഞാൻ അതല്ല ആലോചിക്കുന്നത്. കടയിൽ നിന്ന് ഇന്നലെ 2000 രൂപ മോഷണം പോയി, ഇന്ന് 5000 രൂപ മോഷണം പോയിരിക്കണം. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ധർമ്മൻ വാച്ചിന് എത്ര രൂപയായിടാ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ധർമ്മം എന്തോ പോലെ തോന്നും കേട്ടോ. ആരെയും പറയണ്ട അച്ഛൻ എന്താ ഈ ചോദിച്ചത്? അല്ല, എത്ര രൂപയാണ് ചോദിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ന് പറയുമ്പോഴേക്കും, വേണ്ട അളിയ, എനിക്ക് മനസ്സിലായി, ഞാൻ അളിയൻ്റെ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് പൈസ എടുത്ത് വാച്ച് മേടിച്ചു എന്നാണ് അളിയൻ വിചാരിച്ചത്. ഒരിക്കലും ഇല്ല അളിയ എന്ന് പറയുകയാണ്. എടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എനിക്ക് മനസ്സിലായി, ഞാൻ മോഷ്ടി എന്നായിരിക്കും അളിയൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? മതി അളിയ, ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ധർമ്മം വളരെ വിഷമത്തിൽ അകത്തേക്ക് കയറി പോവാം. പിന്നെ അതിൽ പിടിച്ച് കയറുക നമ്മുടെ സുകന്യ. ഒരു അവസരം മുതലെടുത്ത് നമ്മുടെ ധർമ്മനെ കൃഷ്ണമംഗലത്ത് നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് സുകന്യ നോക്കുന്നത്. സുകന്യ റൂമിൽ പോയിട്ട് പറയുന്നത്, ധർമ്മേട്ട ഇത് ഭയങ്കര മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി, ധർമ്മേട്ടനെ കള്ളനാക്കി ബാലേട്ടൻ, ശ്രദ്ധിച്ചില്ലേ ധർമ്മേട്ടൻ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടാ ഈ ചോദിച്ചത് വളരെ മോശമായി പോയിട്ടോ, അവൻ്റെ കയ്യിലെ അക്കൗണ്ടിൽ കുറേശ്ശെ കൂട്ടി വെച്ച പൈസ ഉണ്ടായിരുന്നു. ആ പൈസയൊക്കെ അവൻ സുകന്യയ്ക്ക് എന്തോ മേടിച്ചു കൊടുത്തു വെച്ചിട്ട് നിങ്ങൾ ആ ഗോമതി സ്റ്റോഴ്സിലെ പൈസ പോയി കഴിഞ്ഞാൽ അത് അവൻ എടുത്തു എന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഗോമതി, ഞാൻ അവൻ എടുത്തു എന്ന് ഒരിക്കലും പറഞ്ഞില്ലല്ലോ. അഥവാ അവൻ എടുത്താലും എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ ഞാൻ ആ അർത്ഥത്തിലല്ല ചോദിച്ചത്. എന്നാൽ ഈ ഒരു അവസരത്തിൽ അങ്ങനെ ചോദിക്കണ്ടായിരുന്നു എന്ന് പറയുകയാണ് നമ്മുടെ ദേവിയും പറയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ബാലച്ച അങ്ങനത്തെ ഉദ്ദേശത്തിൽ ചോദിച്ചത് എനിക്ക് മനസ്സിലായി. പക്ഷേ ധർമ്മൻ അത് തെറ്റിദ്ധരിച്ചു എന്ന് പറയാണ്. അങ്ങനെ ധർമ്മൻ ആ ഒരു വിഷയത്തെ സുകന്യയും കൂട്ടിക്കൊണ്ട് വീട് വിട്ടിറങ്ങാൻ തന്നെ ഒരുങ്ങും കേട്ടോ. കണ്ടല്ലോ, അതുകൊണ്ട് കള്ളനായിട്ട് കാണുന്ന വീട്ടിൽ നിൽക്കണ്ട എന്ന് വിചാരിച്ച് ധർമ്മൻ ആ വീട് വിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ദേവിക്കാണെങ്കിൽ
എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല. ഈശ്വരാ, ഞാൻ വെറുതെ ഗോമതി സ്റ്റോഴ്സിൽ പോയി എന്നൊക്കെ ആലോചിക്കുകയാണ്. ദേവി രാത്രി ആനന്ദൻ അങ്ങ് വരുമ്പോഴേക്കും ദേവിയാണെ കുറ്റപ്പെടുത്തുന്നു. സത്യം പറയടി, ആ 2000 രൂപ എപ്പോൾ കാണാതെ പോയി? 5000 രൂപ ഒക്കെ നീയല്ലേടി മോഷ്ടിച്ചത്? എൻ്റെ ധർമ്മമാമൻ്റെ തലയിലിട്ട് എടി കള്ളി പെരുങ്കള്ളി എന്നൊക്കെ പറഞ്ഞ് പൈസ മോഷ്ടിച്ച് ധർമ്മമാമൻ ഇവിടെ പറഞ്ഞിട്ടാൽ നിനക്ക് സമാധാനമായല്ലോടി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ആനന്ദൻ ദേവീനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. നീ ആ ഗോമതി സ്റ്റോഴ്സിൽ കാലെടുത്ത് വെച്ച അപ്പം ഗോമതി സ്റ്റോഴ്സ് മുടിഞ്ഞു കളഞ്ഞു. ഇവിടുത്തെ ധർമ്മമാമനെ ഇവിടെ നിന്ന് ഓടിച്ചു. നിനക്ക് നാണമില്ലേടി, ഇറങ്ങിപ്പോടി ഇവിടെ എന്നൊക്കെ ആനന്ദ് വഴക്ക് പറയാട്ടോ. പിറ്റേ ദിവസം നമ്മുടെ ദേവി അല്ലെങ്കിൽ കടയിൽ വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുക, എന്നാൽ ആ പൈസ എവിടെ പോയി, ആരാണോ ആ പൈസ എടുത്തതെന്നൊക്കെ പറയുമ്പോൾ അപ്പോഴാണ് രാമേട്ടനൊരു സംശയം തോന്നുന്നത്. കഴിഞ്ഞ ദിവസം 2000 രൂപ കളവ് പോയപ്പോൾ ഉദയഭാനു അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 5000 രൂപ കളവ് പോയ സമയത്ത് ഉദയഭാനു വന്നിരുന്നു. ആകെ പൈസ കളവ് പോയതെന്ന് പറഞ്ഞ സമയമെല്ലാം തന്നെ വന്നിരിക്കുന്നു ഉദയഭാനു മാത്രം. പക്ഷെ ഉദയഭാനു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ എന്നാണ് ചിലപ്പോൾ കയ്യിലും ക്രെഡിറ്റ് കാർഡിലും ഡെബിറ്റ് കാർഡിലും ഒക്കെ പൈസ ഉള്ള ആളല്ലേ. അപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എടുത്തതാണെങ്കിലോ. എന്നിട്ട് നമ്മുടെ രാമേട്ടൻ ആ ഒരു സംശയം നമ്മുടെ ദേവിയുടെ അടുത്ത് പറയുന്നുണ്ട്. മോളെ, ഇന്നലെ അച്ഛൻ ഇവിടെ വന്നിരുന്നു കേട്ടോ എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ദേവിക്ക് കാര്യം മനസ്സിലായി. വേറെ ആരുമല്ല, കള്ളൻ തൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉദയഭാനുവിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ദേവി ഒരു വരവുണ്ട് ദേവമംഗലത്തേക്ക്. ശരിക്കും കള്ളൻ അതായത് അച്ഛൻ ചേഞ്ച് ഇല്ലാന്നിട്ടും എടുത്ത് എന്നൊക്കെ ദേവി പറയും. പക്ഷെ എന്നാലും നമ്മുടെ ദേവി തന്നെ ഈ സത്യങ്ങളൊക്കെ തെളിയിച്ച് ധർമ്മനെയും ഭാര്യ സുകന്യയെയും തിരിച്ച് ദേവമംഗലത്തേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഭാഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കള്ളൻ അച്ഛനാണെന്നും പറയാനൊക്കെ ദേവിക്ക് ഭയങ്കര മടിയാണ്. എൻ്റെ അച്ഛന് കോടികൾ ആസ്തി ഉണ്ടെന്നാണല്ലോ എല്ലാവരുടെയും ഉദാഹരണം. അച്ഛൻ്റെ കയ്യിൽ 1 രൂപയിലാന്ന് ദേവിക്ക് മാത്രമല്ലേ അറിയാമുള്ളൂ. ഇനി വരുന്ന ഭാഗങ്ങളിൽ ഇതൊക്കെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.